എന്താ ചെയ്യാ? ഇപ്പത്തെ ആഭ്യന്തര വിഷയം ഫുട്ബോൾ കളിക്കുള്ള പന്താണ്. സെറ്റാക്കാം. ഹലോ ഗൈസ്, അപ്പൊ പിന്നെ ഒന്നും നോക്കില്ല, ചെക്കന്മാരെ അഭ്യർത്ഥന മാനിച്ച് ചെക്കന്മാർക്ക് ഒരു പന്തൻ വാങ്ങി കൊടുക്കാൻ തീരുമാനിച്ചു. നമ്മളെ ചെക്കന്മാരല്ലേ. എന്താ പരിപാടി? ഒരു പരിപാടിയില്ല. എന്നാ കേര പന്താക്കാൻ പോവാം. ചെക്കന്മാര് പന്ത് വേണമെന്ന് കമന്റ് ഇട്ടേക്കണം. ഒരു പന്ത് വാങ്ങാം. അങ്ങനെ വല്യാട്ടങ്ങാടി മറികടന്ന് പന്ത് വാങ്ങണമെന്ന മോഹമായി ചൊളൂർ ചാപ്പനങ്ങാടി റോഡിലുള്ള മേലെ വല്യാടുള്ള യുംന സ്പോർട്സ് ആൻഡ് ടോയ്സിൽ അങ്ങനെ കടയിലേക്ക് കയറി ചെന്നപ്പോൾ തന്നെ നിറപുഞ്ചിരിയോട് കൂടി ഫഹദ് ബ്രോ നമ്മളെ സ്വീകരിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ ആവശ്യം അറിയിച്ചു. കുട്ടിയാക്കൊരേ പന്ത് വേണം. ഏതാ നല്ല പന്തല്ലേ? ഫഹദ് ബ്രോ പന്ത് കാണിച്ചതിന്റെ ഇടയിലാണ് ഞാൻ ആ കാഴ്ചകൾ കണ്ട്. നിങ്ങളും കൂടി കണ്ടാളി. കുട്ടികൾക്കാവട്ടെ മുതിർന്നവർക്കാവട്ടെ കായിക രംഗത്ത് നിങ്ങൾക്ക് ആവശ്യമായ എല്ലാവിധ സ്പോർട്സ് ഐറ്റംസും ഇവിടെ ലഭ്യമാണ്. ഈ കാണുന്ന കുട്ടികളെ സൈക്കിളിനൊക്കെ വെറും 1000 രൂപ ഉള്ളൂ. നിങ്ങൾക്ക് നല്ല ജേഴ്സി വേണോ, ഷോർട്സും ട്രാക്ക് സൂട്ടും വേണോ, ഇങ്ങോട്ട് പോരി. മിക്സഡ് ആയി വരുന്ന ഈ ജേഴ്സികൾ നിങ്ങൾ ഇഷ്ടപ്പെട്ട താരത്തിന്റെ ആവട്ടെ ഇഷ്ടപ്പെട്ട ടീമിന്റെ ആവട്ടെ ഓഫർ പ്രൈസിൽ 100 രൂപ 150 രൂപ ലെവലിലാണ് ഇത് ഇവിടെ കൊടുക്കുന്നത്. സമാധാനത്തിന് യോഗ ചെയ്യാനുള്ള മാറ്റ് ഉണ്ട്, പന്ത് തട്ടിയിട്ടുണ്ട്, 6 ആണ്, ബാറ്റ് ഉണ്ട്, നീന്തം പഠിക്കാനുള്ള ജാക്കറ്റ് വരെ ഉണ്ട്. ഇനി അതെല്ലാം നിങ്ങൾ ഹോക്കി കളിക്കുന്ന പ്ലേയേഴ്സ് ആണോ, നിങ്ങൾക്ക് വേണ്ട A to Z സാധനങ്ങൾ ഇവിടെ ഉണ്ട്. ഇനി അതെല്ലാം മന്തി തിന്ന് പള്ളച്ചാടി രാവിലെ ഓടാൻ വേണ്ടി പ്ലാൻ ഇട്ടിരിക്കുന്ന ആൾക്കാരാണോ, നിങ്ങൾക്ക് വേണ്ട റണ്ണിംഗ് ഷൂവും ട്രാക്ക് സൂട്ടും എല്ലാവിധ സാധനങ്ങളും ഇവിടെ ഉണ്ട്. ജയിച്ച ട്രോഫി വരെ ഇവിടെ കിട്ടും. അങ്ങനെ ഫഹദ് ബ്രോ പന്തിന്റെ കലവറായ കൊട്ടിന്ന് പലതരത്തിലുള്ള പന്തിന് കിട്ടുന്നു. അതിലൊരു പന്തെടുത്ത് കാണാൻ കാറ്റുണ്ട്. വളർന്നു വരുന്ന കുട്ടികൾ മറ്റു ലഹരിയിലേക്ക് ചേക്കേറാതിരിക്കാൻ വേണ്ടി കാൽപന്തിന്റെ ലഹരിയായ ഫുട്ബോൾ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി ഫഹദ് ബ്രോ എന്നോട് ഏൽപ്പിച്ചു. അങ്ങനെ ഭൂലോകത്തിന്റെ സ്പന്ദനം ഫുട്ബോൾ ആവായിച്ച് വണ്ടിന്റെ മുന്നിലും വെച്ച് ഞാൻ നേരെ ഗ്രൗണ്ടിലേക്ക് ചെക്കന്മാർക്ക് പന്ത് കൊടുക്കാൻ വേണ്ടി അങ്ങനെ മറച്ചു മുടിച്ച് പന്തേറ്റ് ഗ്രൗണ്ടിലെത്തിയപ്പോൾ ചെക്കന്മാർക്കണ്ട ആവേശം. അപ്പൊ പിന്നെ കൂടുതൽ ഡെക്കറേഷൻ ഒന്നും നിന്നില്ല, അത് ഓൽക്കണ്ട് ഇട്ടു. അങ്ങനെ പോലെ അഭ്യർത്ഥന മാനിച്ച് ഞാനാണ് ഉദ്ഘാടനം ചെയ്തു കൊടുത്തു. ചെക്കന്മാരൊക്കെ സേവിങ് അറിയോ. ഭാവിയിലെ വാഗ്ദാനങ്ങളായി വളർന്നു വരുന്ന ഇവരെ മറ്റു ലഹരിയിലേക്ക് വിട്ടുകൊടുക്കുക, കലാകായിക രംഗത്ത് നാടിനും വീടിനും വേണ്ടിയുള്ള പുതുതലമുറയെ വാർത്തെടുക്കളി എന്റെയും നിങ്ങളുടെയും ഓരോരുത്തരുടെയും. ഇനി ഞങ്ങൾക്ക് കാര്യമായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞുതരാം. ഇവരെ സ്കില്ലും ടാലന്റ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇവർക്ക് നല്ലൊരു ബാക്ക് സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടെങ്കിലോ ഭാവിയിൽ വളർന്നു വരുന്ന വൻ കളിക്കാരെ ഇവർ മാറും. പുതുതലമുറയെ നല്ല ഭാവിയിലേക്ക് വാർത്തെടുക്കാൻ വേണ്ടി എന്നാൽ കഴിയുന്ന എല്ലാവിധ സപ്പോർട്ടും ഞാൻ ഇവർക്ക് കൊടുക്കും. അതിനായി നിങ്ങൾ നമ്മളെ ഫോളോ ചെയ്ത് കണ്ട് ഇപ്പൊ തന്നെ ഒന്ന് സപ്പോർട്ടാക്കി. പന്ത് എങ്ങനെ? അടിപൊളിയാ? സെറ്റല്ലേ? അങ്ങനെ നിഷ്കളങ്കമായ നമ്മുടെ ചങ്ക് ചക്കന്മാരുടെ സ്നേഹസ്പർശനങ്ങൾ ഏറ്റുവാങ്ങി ഞാൻ അങ്ങനെ ഗ്രൗണ്ട് വിടാൻ തീരുമാനിച്ചു. അപ്പൊ കാൽപന്തിനെ പ്രണയിക്കണം നിങ്ങൾ എല്ലാവരും നമ്മളിപ്പോ തന്നെ ഒന്ന് ഫോളോ ചെയ്ത് കൂടെ കൂട്ടി. ഇനി ഇതുപോലുള്ള കുട്ടികൾക്ക് പന്ത് വാങ്ങിക്കൊടുക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ഉണ്ടാവും. അപ്പൊ ഓക്കെ, ബൈ ബൈ.